നമ്മൾ ISLനെ കുറിച്ച് ഓരോ പെർഫോമൻസ് കാണാൻ. ബിക്കോസ് ആദ്യം ഹൈ പെർഫോമൻസ്, ലോ പെർഫോമൻസ് ഉണ്ട്, അതുപോലെ മീഡിയം പെർഫോമൻസ് ഉണ്ട്. അങ്ങനെ കുറേ പെർഫോമൻസ് ട്വിസ്റ്റ് സീസണാണ് കടന്നു പോയത്, നമുക്കറിയാം. അപ്പം ഇനി സൂപ്പർ കപ്പ് വരാൻ പോകണം. അതിനകത്ത് ഒരു ടീം ഒരു കളി തോറ്റാൽ പുറത്താകുകയാണ്. അത് വലിയൊരു ട്വിസ്റ്റായൊരു സൂപ്പർ കപ്പാണ്. ഓക്കെ, നമുക്കിനി വീട്ടിലോട്ട് വരാം. ഞാനൊരു കാര്യം പറയണം. സൂപ്പർ കപ്പ് നമുക്ക് ഫോണിലാണെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണാം. അതുപോലെ TV-യിലാണെങ്കിൽ സ്പോർട്സ് 18-3-ലും കാണാം. ചില വീട്ടിലൊക്കെ വന്നിട്ടുള്ളതാണ്, ചില ചാനലുകളിലും വന്നിട്ടുള്ളതാണ്. ഈ ജിയോ ഹോട്ട്സ്റ്റാറിലും സ്പോർട്സ് 8-ലും കാണാത്തവരോട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഈ വീട്ടിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് പറയാനുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെയാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ അവർക്ക് ലോ പെർഫോമൻസോ മീഡിയം പെർഫോമൻസോ ഹൈ പെർഫോമൻസ് തന്നെ. അവരെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. റെക്കോർഡാണ്. അവരുടെ ഹോം മാച്ച് ഇതുവരെ തോറ്റിട്ടില്ല. സമനിലയും ജയവും മാത്രം. അതുപോലെ തന്നെ 2 കളി മാത്രമേ തോറ്റിട്ടുള്ളൂ. അതുപോലെ 5 ഡ്രോയും 17 കളി ജയമാണ്. അതിനകത്ത് 24 കളി കളിച്ചിട്ടുണ്ടെങ്കിൽ 17 ജയം, 5 ഡ്രോ, 2 ലൂസ്, 56 പോയിൻ്റ്. ഈ 56 പോയിൻ്റ് വലിയൊരു കണക്ക് തന്നെയാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അത് വലിയ ഹൈ പെർഫോമൻസ് ഉള്ള പ്ലെയേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ എന്നാണ് ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് ഹൈ പെർഫോമൻസ് ഇല്ലാത്ത പ്ലെയേഴ്സിന് ഈ മോഹൻ ബഗാനിൽ നിന്നൊരു ടീമിനെ കൊണ്ടുപോകാൻ പറ്റാൻ നല്ല അവരുടെ കോച്ചിൻ്റെ കഴിവുണ്ട് ചെറുതായിട്ട്. പക്ഷെ അതിനെല്ലാം ഒതിരി അവർ വരുന്നത് അവരുടെ ടീമിൻ്റെ കഴിവാണ്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളിന് ഒരു കമീൻസ്, അല്ലെങ്കിൽ പെട്ടറ്റോസ്, അല്ലെങ്കിൽ മക്ലാരൻ എന്നിവരെ നമുക്ക് കൊണ്ടുവരാം. അതുപോലെ ഓസ്ട്രേലിയൻ പ്ലേയേഴ്സ് അവർക്ക് നല്ല 2 പേരേ ഉള്ളൂ. പക്ഷേ അതുപോലെ അവർക്ക് സ്പെയിൻ പ്ലേയേഴ്സ് ഒന്നുമില്ല. അതാണ് വേറെ കാര്യം. ഒറ്റൊരു ടീമിനാണ് സ്പെയിൻ പ്ലേയേഴ്സ് ഇല്ലാത്ത. ഈ വർഷം സ്പെയിൻ പ്ലേയേഴ്സ് ഇല്ലാത്ത ഒറ്റൊരു ടീം എനിക്ക് തോന്നി അവരെ ഉള്ളെന്നാണ്. അപ്പം നമുക്കറിയാം അവിടെ ഫിൻലാൻഡ് പ്ലെയറായ ജോണി കൗക്ക് ഇന്റർകാശിക്ക് വേണ്ടി കളിച്ചു. നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ ഗോവയാണ്. ഗോവയെന്ന് പറഞ്ഞാൽ അവർക്ക് ഭാഗ്യം നിർഭാഗ്യമാണ്. ഗോവ ബംഗളൂരിനെ സുഖമായിട്ട് തോൽപ്പിക്കുകയായിരുന്നു. പക്ഷെ അതവർ ചെയ്തില്ല. FC ഗോവ അവർക്ക് സാധിക്കൂ, ജിങ്കൻ എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിലും പക്ഷേ ഗോവ നിർഭാഗ്യത്തിൻ്റെ ടീമായി മാറി. നമുക്കറിയാം നമ്മളെ ലാസ്റ്റ് കളി നല്ലൊരു കളി എല്ലാ മാച്ചും നല്ലൊരു കളിയിലാണ് കളിച്ചതും. അതുപോലെ വേറൊരു ട്വിസ്റ്റാണ് ഈ ഒരു ISL പ്ലേ ഓഫ്സ്. നമുക്ക് എടുത്തു നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുംബൈ ബംഗളൂരായിരുന്നു ആദ്യം ക്വാർട്ടർ ഫൈനൽ കളിച്ചത്. നോക്കൗട്ട് ഫൈനൽ കളിച്ചത്. അതിനകത്ത് നിന്ന് 5-0 മുംബൈ തീർത്തുകൊണ്ട് ഗോവയോടെ കളിക്കാൻ തീരുമാനിച്ചു. അതുപോലെ ജംഷഡ്പൂർ 2-0 അതേ ലീഡല്ല, ജംഷഡ്പൂർ നോർത്ത് ഈസ്റ്റ് കളിച്ചപ്പോൾ നോർത്ത് ഈസ്റ്റിനെ തോൽപ്പിച്ച് ജംഷഡ്പൂർ ഗോവയോട് മോഹൻ ബഗാൻ കളിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഇനി അതിനാണ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബംഗളൂർ ഗോവയെ 2-0 അവരുടെ ഹോം ഗ്രൗണ്ടായ അവിടെ തോൽപ്പിച്ചു. അതുപോലെ മോഹൻ ബഗാൻ്റെ ജംഷഡ്പൂരിൻ്റെ ഹോം ഗ്രൗണ്ടായ 2-1 മോഹൻ ബഗാനെ തോൽപ്പിച്ചു. അങ്ങനെ അഗ്രിഗേറ്റ് ബംഗളൂരിനെ പോയപ്പം 2-0 2-0 ഫൈനൽ വിസിലടിക്കുമ്പോൾ 3-2 എന്ന അഗ്രിഗേറ്റിൽ എങ്ങനെ ബംഗളൂരു ഫൈനലിൽ ക്വാളിഫൈഡ് ആവും. ഇനി സെമി ഫൈനൽ ജംഷഡ്പൂർ മോഹൻ ബഗാൻ എടുത്ത് പോയാലോ അവിടെ വരുന്നത് 2-1 എന്ന അഗ്രിഗേറ്റ് ഫൈനൽ വിസിലടിക്കുമ്പോൾ 3-2 എന്ന മോഹൻ ബഗാൻ ഫൈനലിലോട്ട് കയറും. ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റേഡിയത്തിന് ഒരു മാജിക്കൽ ഒരു പവർ ഉണ്ട് ആ സ്റ്റേഡിയത്തിന്. അല്ല ഇങ്ങനെ ഇത്രയും കളി ജയിക്കാൻ പറ്റും? ഞാനൊരു ചോദ്യം ചെയ്യുകയാണ്. ഓക്കെ, ഇതിനൊക്കെ 3ാം ടീമായ ബംഗളൂരു FC നല്ല കരുത്തുള്ള ടീം തന്നെയാണ്. സുനിൽ ഛേത്രി, ഇഗർ മെൻഡംസ്, പെരേര ഡിയാസ്, റയാൻ വില്യംസ്, സുരേഷ് വാംജം എന്നിവരെല്ലാം ഗുർബി സന്ധു അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഗോൾ കീപ്പർ റാൾട്ടെ എന്നൊരു ഗോൾ കീപ്പർ. ആ ഗോൾ കീപ്പർ വരെ ക്ലീൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. ഇനി 4ാം ടീമായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. എനിക്ക് ISLനെ കുറിച്ചൊരു കുറ്റം പറയാനുള്ളത്
ഞാൻ അജാരിക്ക് കൊടുക്കേണ്ടത് ഗോൾഡൻ ബൂട്ട് മാത്രമാണ്. ഓക്കെ, സ്റ്റാറ്റസിൽ പോയി കഴിഞ്ഞാൽ അസിസ്റ്റിനുണ്ട് ഗോൾഡൻ ബൂട്ട് മാത്രമാണ്. പക്ഷേ കോർണർ ഷീൽസിനാണ് അവിടെ ഗോൾഡൻ ബോൾ കൊടുക്കുന്നത്. പക്ഷേ അത് ഡബിളായിട്ടാണ് അജാരിക്ക് കിട്ടിയത്. അതെന്തിനാണെന്ന് എനിക്കിതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ കൊടുക്കരുതായിരുന്നു, അത് തന്നെയാണ് ആദ്യമായിട്ട് ഞാൻ പറയുന്നത്. അങ്ങനെ കൊടുക്കരുത്. പക്ഷെ ഒരാളുടെ സംഭവം മറ്റൊരാൾ കൊടുക്കുന്നത്. അജാരിക്ക് കൊടുത്തത് അജാരിക്ക് ഇങ്ങനെ കൊടുത്താൽ അതുപോലെ അടുത്ത പ്ലേയേഴ്സ് ഇങ്ങനെ പറയത്തില്ലേ എനിക്ക് അതുപോലെ വേണം. ബിക്കോസ് അങ്ങനെ എന്താണ് കോർണർ ഷീൽസിന് കൊടുക്കായിരുന്നത്? അതൊരു ചോദ്യം തന്നെയാണ്. അതാരും അതിങ്ങനെയൊന്നും എടുക്കുന്നില്ല. പക്ഷെ ഞാനത് എടുത്തു. ബിക്കോസ് അങ്ങനെ എന്തുകൊണ്ടാണ് മറ്റൊരാൾക്ക് കൊടുക്കാത്തത്? കോർണർ ഷീൽസിന് കൊടുക്കേണ്ട ഗോൾഡൻ ബോളാണ്. ഇതിന് അജാരിക്ക് കിട്ടി. ഗോൾഡൻ ഷീൽസ് റെക്കാർഡ് സസ്പെൻഷനോ അല്ലെങ്കിൽ ISL നിന്ന് പോയതുകൊണ്ടോ എനിക്കറിഞ്ഞു. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. കോർണർ ഷീൽസിന് ഗോൾഡൻ ബോൾ കൊടുത്തില്ല, അതിന് അജാരിക്ക് ഗോൾഡൻ ബോൾ കൊടുത്തു. ഓക്കെ, അവരുടെ കരുത്തായ അജാരി. ഇനി ജംഷഡ്പൂർ FCയെ കുറിച്ച് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. സൂപ്പർ ടീം, അടിപൊളി ടീം, നല്ല പെർഫോമൻസ് ഉള്ള ടീം. അതേ പറയാൻ എനിക്കുണ്ട്. മുംബൈ നല്ല ഇത്ര പെർഫോമൻസ് ഒന്നുമില്ല. മീഡിയം പെർഫോമൻസില്ല, ഹൈ പെർഫോമൻസില്ല, ലോ പെർഫോമൻസ് എന്ന് ഞാൻ പറയത്തുള്ളൂ. നല്ല കളിയൊന്നുമില്ല. നമ്മുടെ ഹോം ഗ്രൗണ്ടിലായാലും എവേ ഗ്രൗണ്ടിലായാലും ഒരു നല്ല കളിയൊന്നുമില്ല. കഴിഞ്ഞ ദിവസം എന്തായിരുന്നു ഒരു പേടിയുള്ള ടീം എന്ന് പറഞ്ഞാൽ മോഹൻ ബഗാനായിട്ടും പേടിയുള്ള ടീം മുംബൈ ആയിരുന്നു. ഒക്കെ പോയി ഗൈസ്. ഒഡീഷ FC ഒഡീഷ മോനെ അവന്മാർ ഈ വട്ടം കാഴ്ചവെച്ച കളി എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നുമില്ല. സാധാ മീഡിയം പെർഫോമൻസാണ്. ബ്ലാസ്റ്റേഴ്സ് മീഡിയം പെർഫോമൻസ് എന്നേ പറയത്തുള്ളൂ. ലോ പെർഫോമൻസ് എന്ന് പറയാൻ പറ്റില്ല. കളി തോറ്റ്, ജയം, ഡ്രോ, അങ്ങനെ കുറേ പെർഫോമൻസ് ഉണ്ട്. അതിന് ഞാൻ പറയുന്നത് ഒഡീഷ ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് മീഡിയം പെർഫോമൻസ്. ഈസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, ചെന്നൈ, ഹൈദരാബാദ് ഇനി വരാൻ പോകുന്ന 4 ടീമുകൾ. ഇനി ആരാ 5 ടീം. ഈ 5 ടീമുകളിൽ ഈസ്റ്റ് ബംഗാളിനെ സല്യൂട്ട് കൊടുത്ത് നമ്മൾ സ്വീകരിക്കണം. ബിക്കോസ് 6 കളി തോറ്റിട്ട് അവരുടെ പുതിയ കോച്ച് വന്നിട്ട് അവരെ 9ാം സ്ഥാനത്ത് എത്തിക്കുന്നവർ വലിയൊരു കാര്യം തന്നെയാണ്. ദാറ്റ് ഈസ് എ പ്രൗഡ് ഓഫ് ദ കോച്ച്. ഓക്കെ, നമുക്ക് ഈ ഒരു നോക്കാം. ഈ ഒരു 9ാം സ്ഥാനത്തിന് ഈസ്റ്റ് ബംഗാളും മീഡിയം പെർഫോമൻസ്. പഞ്ചാബ്, ചെന്നൈ, ഹൈദരാബാദ്, മോഹൻബഗാൻ ലോ പെർഫോമൻസ്. പഞ്ചാബ് നല്ല പെർഫോമൻസ് അല്ല, അതുപോലെ ചെന്നൈ നല്ല പെർഫോമൻസ് അല്ല, ഹൈദരാബാദ് നല്ല പെർഫോമൻസ് അല്ല, മുഹമ്മദൻ FC നൈസ് പെർഫോമൻസ്. കളികളെല്ലാം തോറ്റ് 2 കളികൾ മാത്രം ജയം എന്ന് പറയാൻ പറ്റും. ജയം നോക്കിക്കഴിഞ്ഞാൽ 2 കളികളെ ജയം പറ്റും. ദാറ്റ് ഈസ് ഡേഞ്ചറസ്. ഓക്കെ പഞ്ചാബ് കുഴപ്പമില്ല, നല്ല പെർഫോമൻസ്, ലോ പെർഫോമൻസ് ആണ്. പക്ഷേ ചെന്നൈ നല്ല പെർഫോമൻസ് ഒന്നുമല്ല, കുഴപ്പമില്ല, ഒക്കെയാണ്. ഹൈദരാബാദ് ഒട്ടും മോശം ടീം എന്ന് പറയുന്നത്, ലോ പെർഫോമൻസ്. മുഹമ്മദൻ ഓക്കെ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇതൊക്കെയുള്ളൂ. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കുത്തിപ്പിടിക്കുക.